എടാ നിനക്ക് കേക്കണോ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മരിക്കണമെന്ന് പറഞ്ഞൊരു മരത്തിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറി, എന്നിട്ട് കഴുത്തേല് കുരുക്കൂട്ടിട്ട് അവിടെ നിന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടം. എന്നിട്ട് എന്നാ പറ്റി? 2 കാലിന്റെ മുട്ടും പൊട്ടി. അതെന്നെ പിന്നെ ചാവാതിരുന്ന്? കഴുത്തിൽ കുരുക്കിട്ട കറക്റ്റാണ്, അവിടെ കെട്ടാൻ മറന്നു. എന്റെ പ്രപഞ്ച വിട്ടി. എന്നിട്ട് ഞാനാണ് കിടന്ന് അനുഭവിച്ചത് 2 മാസം. ഊട്ടണം, ഉറക്കണം, വേദന എടുത്തു കഴിഞ്ഞാൽ താരാട്ട് കൂടെ പാടി കൊടുക്കണം. ദേ മനുഷ്യ, ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. ചാടുവാണെങ്കിൽ ചത്തേക്കണം. എനിക്ക് കിടന്ന് അനുഭവിക്കാൻ പറ്റൂല. വെറുതെ സ്നേഹം ഉണ്ടായിട്ടാണ് പറയുന്നത്. സത്യം എന്താ കാര്യം അറിയാം? ഞാൻ മേളിൽ താഴെ ചാടി മുട്ടുപൊട്ടിയല്ലോ, അവിടെ താഴെ വീണ് കിടന്ന് ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വന്ന് എന്നെ സ്ട്രെച്ചറിനകത്ത് എടുത്തോണ്ട് പോവുക. അപ്പൊ എടുത്തോണ്ട് പോയി ഞാൻ പാളി നോക്കിയപ്പോ എന്തുവാ, ഞാൻ വീണ സ്ഥലമില്ലേ, എന്റെ കാൽപാദം പതിച്ച സ്ഥലത്ത് നിന്ന് മണ്ണെല്ലാം കൂടെ തൂത്തുവരി ബാഗിനകത്ത്. സ്നേഹമില്ലാത്തോടാ. എടാ നിനക്ക് കേക്കണോ? ഞാൻ കുറച്ച് ചീര വിത്ത് അവിടെ എടുത്തിട്ട് പാകി വെച്ചായിരുന്നു. അതിന്റെ മണ്ടയിലാണ് ഈ കാലം വന്ന് വീണത്. അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ മണ്ണോട് കൂടി എടുത്ത് വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ പാകി. ചേച്ചി, ഒരു ചീരയുടെ വില പോലും ആശാനില്ലേ? എങ്ങനെ കൊടുക്കൂടാ? കുടുംബം നോക്കില്ല, കുട്ടികളെ നോക്കില്ല. നിനക്കറിയാമോ, എന്റെ മോൻ സ്കൂളിൽ പോകുമ്പോഴുണ്ടല്ലോ എല്ലാരും എന്തും പറഞ്ഞെന്നറിയാമോ? കൗട്ട രാജേഷിന്റെ മോനെന്ന്. നമുക്ക് ആശാനെ ഏതെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? ആരാ ഈ പറയണത്? ആദ്യം നീ അവിടെ ഞാനൊരു അഭിപ്രായം പറയാത്തത്. മനുഷ്യ, എന്റെ ആട്ടുംകുട്ടി എവിടെ? ആട്ടുംകുട്ടി? ആ, അത് വിറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അതൊന്നും വിറ്റ് പൈസ ഒന്നുമല്ല, അത് വിറ്റിട്ടില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ കൂച്ചയുടെ പൈസ ഒപ്പിച്ചത്? അതൊന്നുമല്ല, അത് അപ്പൂപ്പന്റെ സ്വർണ്ണപ്പല്ല്. അതും അടിച്ചിളക്കിയൊന്നുമല്ല. പിന്നെ അപ്പൂപ്പൻ ഞാൻ രാവിലെ വായിൽ വെള്ളം കുപ്പിളിച്ച് തുപ്പാൻ നിന്നപ്പോ അതുവഴി പാല് മേടിക്കാൻ രാധ പോന്നു. അപ്പൊ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നു. നൈസായിട്ട് ഊരി അറിഞ്ഞില്ല. നന്നാവത്തില്ലേ മനുഷ്യ? എവിടെ ഞാൻ പൈസ വെച്ചാലും അതിനെ മോഷ്ടിച്ചോണ്ട് പോകും. ഞാൻ ആ ആടിനെ വിറ്റുണ്ടാക്കണ പൈസ ഉണ്ടല്ലേ മനുഷ്യ കുടുംബം നോക്കണത്. ആടിനെ ഞങ്ങള് കണ്ടിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എന്റെ ഒരു ആട്ടുംകുട്ടിയെ കാണാനില്ല. എന്റെ ആട്ടുംകുട്ടിയെ താ. ആട്ടുംകുട്ടി അവരാട്ടുംകുട്ടിയൊന്നുമില്ല, ഞാൻ കൊണ്ടു തന്ന മട്ടൻ. അപ്പൊ കൺഫേം നീ നേരത്തെ മട്ടൻ തരാൻ മറന്നുപോയില്ലേ? സാഹചര്യത്തിന് സമ്മർദ്ദം ഞാൻ അറിയാതെ അങ്ങ് വെട്ടി. എടാ പട്ടി, നീ പോയത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും വെട്ടും. എന്തേലും പറ. കൂടെ നിന്നോണം. കൂടെ നിന്നോണമെന്നല്ല, കൂടെ നിന്നോണം. മോളെ മോളെ, ഇങ്ങനെ ഒരാട് ഇതുവഴി വന്നിട്ടുമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലടാ, ഒരു വെള്ള ശരീരത്തിൽ കറുത്ത പുള്ളി പിടിപ്പിച്ച് നടക്കാൻ താല്പര്യമില്ലാതെ നടന്നു പോണ ഒരാടല്ലേ ഞാൻ കണ്ടിട്ടല്ല. നിങ്ങൾ എന്റെ ആട്ടുകുട്ടിയെ എന്ത് ചെയ്തു മനുഷ്യ? എനിക്ക് എന്റെ ആട്ടുകുട്ടിയെ താ. എനിക്ക് എന്റെ ആട്ടുകുട്ടിയെ താടാ. വിടെ കൊട്. എന്നതാണ് ആട്ടുകുട്ടിയെ ബാത്റൂം കൊണ്ടുവരുന്നത്? 3 പീസും കൂടെ ബാക്കിയുണ്ട്. ആട് 3.